ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു ആഭ്യന്തരമന്ത്രി നക്സലിസം രൂക്ഷമായ ഭീകരർ കൂട്ടമായി ഇരിക്കുന്ന ബസ്താറിലും ഒപ്പം തന്നെ ബീജാപ്പൂരിലും നേരിട്ടെത്തി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത ഒരു ചരിത്ര സംഭവമായിരുന്നു. ഒരു മാസം മുൻപ് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം റിപ്പോർട്ട് ചെയ്തൊരു വലിയ വാർത്തയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ സൈന്യം നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വെടിവെപ്പ് തുടരുമ്പോൾ 12 മാവോയിസ്റ്റുകൾക്ക് കൂട്ടക്കുരുതി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ദക്ഷിണ ബീജാപ്പൂരിലെ വനമേഖലയിലായിരുന്നു സൈന്യം നടത്തിയ ഓപ്പറേഷൻ. അവിടെയാണ് 12 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബസുഗുഡ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുത്കൽ ഗ്രാമത്തിന് സമീപം ഭീകരർ സ്ഥാപിച്ച IED സ്ഫോടനത്തിൽ 2 ജവാന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഒക്കെ നേരത്തെ ഒരു മാസം മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തുകയും ഗ്രാമീണർക്ക് ഉറപ്പ് നൽകുകയും ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഭീകരരോട് മാപ്പില്ല, കാരണം അവർക്ക് കീഴടങ്ങുകയോ ഇല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുകയോ ഇല്ലെങ്കിൽ ചർച്ച നടത്തുകയോ അല്ല സർക്കാരിൻ്റെ ലക്ഷ്യം, അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നാണ്. 2026 ആകുമ്പോൾ ഇന്ത്യ ഈ മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സൽ ഭീകരർ ഇല്ലാത്ത ഒരു രാജ്യമായി മാറും. അതിനുള്ള ഓപ്പറേഷൻ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇനി അവശേഷിക്കുന്നത് ഈ റായ്പൂരിലടക്കം ബസ്തറിലും ഒപ്പം തന്നെ ഈ ബസുഗുഡ, ബീജാപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് ഈ ഭീകർ ഒതുങ്ങിയിരിക്കുന്നത്. ഇവിടെ തന്നെ തലയ്ക്ക് സർക്കാർ വിലയിട്ട വലിയ തരത്തിലുള്ള ഭീകരരുണ്ട്, കൂട്ടക്കൊലകളും മറ്റും നടത്തിയ ഭീകരരുണ്ട്. ഏതായാലും വെടിവെപ്പ് ഇപ്പോഴും തുടരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.